ആയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പാർട്ടിയുടെ ഒരു തീരുമാനം അതല്ലേ. ഒരു ജനപ്രതിനിധിയായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള സാഹചര്യം ക്ലീനായ ഒരു പശ്ചാത്തലത്തിലോട്ട് കൂടി വരുന്നതാണ് പാർട്ടിക്കും എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് തികച്ചും മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഈ കോൺഗ്രസിൻ്റെ സാധ്യതകളെ തല്ലിക്കൊഴിച്ചോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ നിന്ന് കാണാത്ത ആളുകൾ ഇതിൽ രാഷ്ട്രീയം കുത്തിച്ചെലുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനകത്ത് പൊളിറ്റിക്സ് കാണേണ്ട കാര്യമില്ല. ഞങ്ങളുടേതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ്റെ അന്തസ്സ് ഉയർത്തത്തക്ക വിധത്തിൽ ഒരു നടപടി എടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ് ഞങ്ങളുടെ മനസ്സാക്ഷിയോടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരമായി അത് കൃത്യമായി പോകുന്നു. മാത്രമല്ല KPCC നേതൃത്വം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയത്തിനും പരിഹാരം ഉണ്ടാക്കി അവരുടേതായ സമീപനം അറിയിക്കുകയും ചെയ്യും. ഇപ്പം MP രാജേഷൊക്കെ പറയുന്നത്, മന്ത്രി MP രാജേഷ് പറയുന്നത് ഇതിനകത്ത് ഒരു ഒത്തുകളി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടിക്ക് വേണ്ടാത്ത ആളിനെ പാലക്കാട്ട് MLA ആയിട്ട് തുടരാൻ അനുവദിക്കുകയാണോ എന്നുള്ളതാണ്. അതല്ല, അതൊക്കെ അവരുടെ വ്യാഖ്യാനം. അവരാദ്യം അവരുടെ പാർട്ടി ഒന്ന് ശുദ്ധമാക്കട്ടെ. ഓരോരുത്തർക്കും അവനവൻ്റെ ജോലിയുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ പെയിൻ്റ് അടിക്കാൻ ശ്രമിക്കാതെ അവരുടെ പാർട്ടി ഒന്ന് നന്നാക്കാനുള്ള മാർഗ്ഗം അവരൊന്നും നോക്കിക്കോട്ടെ. ആ ഉത്തരവാദിത്തം അവരെടുത്തോ, ഞങ്ങൾ എടുക്കുന്നില്ല. ഈ ഉത്തരവാദിത്തം ഞങ്ങളെടുത്തോളാം, അവരെടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകും. ആ കാഴ്ചപ്പാട് സംശുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള ഒന്നായിരിക്കും. അതിനുവേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മറ്റ് പാർട്ടികൾക്ക് ഇതൊന്നും തൃപ്തിയേ അല്ല. കാരണം ഇതിനേക്കാൾ മോശത്തരം നടത്തിയാലും ശരി അതിനെ പൊതിഞ്ഞു മൂടുകയും അതിനെയെല്ലാം കാർപ്പറ്റിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുള്ള ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. ഈ റിയൽ രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിശ്വസിക്കുന്നത്. അതായത് പുറമേ വളരെ ഷോ ഓഫ് കാണിക്കുകയും ജീവിതത്തിലും അല്ലെങ്കിൽ നടപടികൾ നയത്തിലും ഒന്നും ഇത്തരത്തിലുള്ളൊരു ധാർമ്മികതയും സ്വഭാവവിശുദ്ധിയൊന്നും സൂക്ഷിക്കുന്നില്ല. അത് പൊതുപ്രവർത്തകർ തന്നെ ഒരു മാതൃകയാകേണ്ട ആളുകളല്ലേ ഇങ്ങനെയുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ലൈറ്റ് അടിക്കുന്നത് ഞങ്ങളുടെ പണിയല്ല. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പഠിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതേസമയം എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഒരു സമീപനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായി എന്ന് കണ്ടാൽ അവരെ നിയന്ത്രിക്കുകയും നിലയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ബഹുജനങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കഴിഞ്ഞു. സാർ, ഒറ്റ കാര്യം കൂടെ, ഇപ്പം ഈ സ്ഥാനമൊക്കെ രാജിവെച്ചു, പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നില്ല. ഇത് പാലക്കാട്ടെ ആളുകളെ സംബന്ധിച്ചൊരു വലിയൊരു വീണ്ടും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണോ? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടല്ലോ. ഇപ്പോൾ അസ് ഓൺ ടുഡേ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തു. ഇനി ഫർദർ എന്ത് എന്നുള്ളത് ഫർദർ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകട്ടെ. അതൊരു ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് വരികിൽ അപ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്.